ഏഴാം മാസത്തെ ചടങ്ങ് കൊളവാക്കാൻ വേണ്ടിട്ടേ അമ്മയുടെ മോൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കണ്ണൻ ഇങ്ങോട്ട് വരും. സൂക്ഷിക്കണം കേട്ടോ. മഞ്ജു തരുന്ന ഭക്ഷണം അല്ലാതെ അവിടുന്ന് മറ്റൊന്നും കഴിക്കരുത്. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോലന്റെ പൊന്നു ഇങ്ങനെ ഒരു വലിച്ചു നീട്ടലിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയുടെ 7ാം മാസ ചടങ്ങ് നടക്കാൻ പോവാണേ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കമലേശ്വരത്തോട്ട് മഹാലക്ഷ്മിയെ തിരികെ കൊണ്ടുപോകുവാണ്. അപ്പൊ അതിനുവേണ്ടി വരുന്നത് നമ്മുടെ മഞ്ജുവും സാഗറും കണ്ണനും കൂടി ആട്ടോ. അപ്പൊ നമ്മുടെ ലേഖ ഭയങ്കര കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് വിടുന്നത്. അതായത് മഞ്ജു ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ മാത്രമേ താൻ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. അപ്പുറത്ത് കമലേശ്വരത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മഞ്ജു വന്നിട്ട് നമ്മുടെ ദുർഗാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ ഇടത്തിയുടെ 7ാം മാസ ചടങ്ങ് വരുവാണല്ലോ, ഇനി അതും കാരണം കൊളവാക്കാൻ വേണ്ടി നിങ്ങൾ അമ്മയും മോനും എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ മഞ്ജു കമലേശ്വരത്ത് നിൽക്കുവാണേ നമ്മുടെ മഹാലക്ഷ്മിക്കൊപ്പം. അപ്പുറത്തെ നമ്മുടെ മഹാലക്ഷ്മി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന നിമിഷത്തില് പ്രതാപം പറയുന്നുണ്ട്, മഹാലക്ഷ്മി മോൾ ഇവിടെ നിന്നോ, ഇവിടെ നിന്നാൽ കണ്ണൻ ഇടക്കിടക്ക് മോളെ കാണാൻ വരുമല്ലോ, അപ്പൊ എനിക്ക് കാര്യങ്ങൾ പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപൻ ഇപ്പോഴും പട്ട് പിടിച്ച പോലെ നടക്കുകയാണ്. ഇനി ഈ ഒളിച്ചുകളിയും കള്ളക്കളിയൊക്കെ എത്ര നാളിന് മുന്നോട്ട് പോകും? നമ്മുടെ കണ്ണൻ ഇങ്ങനെ ഒളിച്ച് കളിച്ച് നമ്മുടെ കണ്ണൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതുമാണ് നമുക്കിനി അറിയേണ്ട മെയിൻ കാര്യം അല്ലേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കണ്ണന്റെ അച്ഛൻ വാമദേവന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വാമദേവന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. അങ്ങനെ എന്തായാലും കാത്തിരുന്നതിനെ കാരണം പിന്നെ ഒരു മറക്കാതെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നാളെ മഹാലക്ഷ്മി മഹാ എപ്പിസോഡാട്ടോ പ്രേക്ഷകരെ. സുഗമോദേവി ഇല്ല കേട്ടോ. എന്തായാലും കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.